ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പൊ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക്, ഒരു ഹൈപ്പ് ഒക്കെ അടിച്ചിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ വിശേഷമൊക്കെ നിങ്ങൾ കണ്ടു കാണും. നമുക്ക് വിശേഷം ഡിലേ ആകുന്നത് കൊണ്ട് തന്നെ നമ്മൾ രാവിലെ ഇടുന്ന വിശേഷത്തിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടൊക്കെ ആയിരിക്കും വൈകിട്ട് വരുന്നത്. ഇപ്പൊ കുറച്ച് പേര് കമന്റ്സിലൊക്കെ പറയുന്നുണ്ട് രാവിലെ വന്ന വിശേഷം അല്ലല്ലോ എന്ന്. അപ്പൊ നമുക്ക് ഡിലേ ആണ്, അതുകൊണ്ടാണ് കേട്ടോ നമ്മള് വിശേഷം രാവിലെ ഇടുന്നത്. നമ്മൾ കറക്റ്റ് ഡയലോഗ് വിത്ത് ചെയ്യുന്നതായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് ഡിലേ ആയതുകൊണ്ടാണ് അത് പറ്റാത്തത്. അപ്പൊ ഞാൻ പറഞ്ഞു പോറാക്കുന്നില്ല, നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കുകയാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ മനുവും അലീനയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീനാണല്ലോ നമ്മൾ ലാസ്റ്റ് ഭാഗമായിട്ട് കണ്ടത്. അങ്ങനെ നമ്മുടെ അലീനയോട് മനു പറയുകയാണ്, ഈ ചായ എന്നും സ്ഥിരം ഇവിടെ ആക്കിയാലോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അലീന ചോദിച്ചു, അപ്പൊ ഞാൻ ഇനി ഇവിടുത്തെ വേലക്കാരി ആകണമെന്നാണോ മനുവേട്ടാ പറയുന്നത്? അല്ല, വേലക്കാരി ആയാൽ മാത്രമല്ലല്ലോ എനിക്ക് ഈ ചായ കിട്ടുന്നത്, അതായത് വീട്ടുകാരി ആയാലും എനിക്ക് ഡെയിലി ഈ ചായ കുടിക്കാൻ പറ്റില്ലേ എന്നാണ് നമ്മളെ മനു ഉദ്ദേശിക്കുന്നത്. അലീനയ്ക്ക് അത് മനസ്സിലാവുകയും ചെയ്തു. പക്ഷെ നമ്മുടെ അലീന അതിൽ നിന്നും കുതറി മാറുകയാണ് കേട്ടോ. നമ്മുടെ അലീന എന്താ പറയാ, മനസ്സിലാവാത്തതുപോലെ ഇങ്ങനെ നടിച്ചു നിൽക്കുകയാണ്. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ മനു ചോദിച്ചു, അല്ല അങ്കിള് വിളിച്ചായിരുന്നോ, അവിടുന്ന് അങ്കിള് വിളിച്ചായിരുന്നോ, എന്തായി അങ്കിള് എന്താ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും വിളിക്കുകയൊക്കെ ചെയ്തായിരുന്നു. വിളിച്ചിട്ട് എന്ത് പറയാനാ, രാവിലെ അച്ഛൻ ജ്വല്ലറി പോകും, അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ചോറിനാൻ വരും, അതുപോലെ വൈകിട്ട് കിടക്കാൻ വരും, അതൊക്കെ തന്നെ, അല്ലാതെ പ്രത്യേകിച്ച് എന്നതാ. പിന്നെ ഞാൻ കറക്റ്റ് സമയത്ത് ഗുളികയൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അത് പറയാനല്ലേ പറ്റത്തുള്ളൂ. അപ്പം ഗുളികയൊക്കെ എടുത്ത് കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം, അല്ല അലീനെ, ഇങ്ങനെ പോയാൽ എങ്ങനെയാ കാര്യങ്ങൾ ശരിയാകുന്നത്? ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾക്കൊരു നീക്കുപോക്ക് ഉണ്ടാകുമോ? ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം വേണ്ടേ? അവിടെ നിൽക്കുന്നു, ഇവിടെ നിൽക്കുന്നു, മക്കൾ അങ്ങോട്ട് പോകുന്നു, മക്കൾ ഇങ്ങോട്ട് വരുന്നു, അച്ഛനും അമ്മയും രണ്ടു വഴിക്ക്. ഇതൊക്കെ ശരിയായ നടപടിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞപ്പോ അച്ഛനോട് ഞാൻ പറഞ്ഞതാ അമ്മയായിട്ട് എങ്ങനെയും ഒത്തുചേർന്ന് പോകാനായിട്ട്. പക്ഷെ അച്ഛൻ അതിന് തയ്യാറാവുന്നില്ല. അമ്മ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടി തന്നെ തീരുമാനിച്ചിരിക്കാൻ മനുവേട്ട. ഇനിയിപ്പം വേറൊരു വഴിയും എൻ്റെ മുമ്പിലില്ല. ഞാൻ തന്നെയാണ് എല്ലാവരുടെയും മുമ്പിൽ തടസ്സം. എല്ലാത്തിനും ഞാൻ തന്നെയല്ലേ തടസ്സം. അച്ഛനും അമ്മയും ഒന്നിക്കാത്തതിന് ഞാൻ തടസ്സം, അതുപോലെ അമ്മയ്ക്ക് മക്കളുടെ സ്നേഹം കിട്ടാത്തതിന് ഞാൻ തടസ്സം. മൊത്തത്തിൽ ഞാൻ തന്നെയാ തടസ്സം. പിന്നെ എന്തിനാ എല്ലാവർക്കും വിലങ്ങതടിയായിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നത്? അതുകൊണ്ട് ഞാൻ തന്നെ ഇവിടുന്ന് ഒഴിഞ്ഞു മാറി പോകുന്നതല്ലേ നല്ലത്. എവിടെയെങ്കിലും എനിക്ക് പെട്ടെന്നൊരു ജോലി റെഡിയാക്കുകയാണെങ്കിൽ ഞാൻ അങ്ങ് പൊക്കോളാം. ഇനിയിപ്പോ ഇവിടെ നിന്നിട്ട് വലിയ പ്രയോജനം ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാനിവിടെ വന്നത് തന്നെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ എൻ്റെ അമ്മയും അതുപോലെ എൻ്റെ സഹോദരങ്ങളെയൊക്കെ കണ്ടിട്ട് പോകാൻ വേണ്ടി, അല്ലാതെ ഒരിക്കലും ഞാൻ ഇവിടെ ആരുടെയും അധികാരം മേടിക്കാനോ അല്ലെങ്കിൽ മകളാണെന്നുള്ളൊരു സ്ഥാനം അതൊന്നും എനിക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, എന്താ അലീന നീ പറയുന്നത്? നിനക്ക് കുറച്ച് അവകാശങ്ങളില്ലേ? അതുപോലെ നിനക്ക് കിട്ടേണ്ടതായ കാര്യങ്ങളുണ്ടല്ലോ. അത് നമ്മൾ ഈ ലോകത്ത് ജനിക്കുമ്പോൾ തന്നെ കിട്ടേണ്ടതാ. ഒരു അമ്മയുടെ സ്നേഹം, ഒരു അച്ഛന്റെ സ്നേഹം, അതെല്ലാം നിനക്ക് അവകാശപ്പെട്ടതാണ്. ഇതിപ്പം അമ്മയുടെ മുതലോ അതുപോലെ അച്ഛന്റെ മുതലോ ഒന്നും തേടിയല്ലല്ലോ നീ പോകുന്നത്. നീ അത് തേടിയല്ല നീ വന്നതും. പക്ഷെ ഒരു തരി സ്നേഹം കിട്ടാതെ നീ തിരിച്ചു പോകുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ ശരിയാവുന്നതെന്ന് ചോദിച്ചപ്പം, അതൊന്നും എനിക്കറിയില്ല, എനിക്ക് ആരുടെയും സ്നേഹമൊന്നും ആവശ്യമില്ല. അതിപ്പം എനിക്ക് തരുന്നുണ്ടല്ലോ കൃഷ്ണമോളും അതുപോലെ രോഹിത്തും ബബിതയും. ഇപ്പൊ എന്തേ അച്ഛൻ എന്നെ സ്നേഹിക്കുന്നു, അതുപോലെ ഇപ്പൊ എന്തേ മനുവേട്ടന്റെ അച്ഛന് എന്നോട് ഇഷ്ടക്കേടൊന്നുമില്ല, അതുപോലെ മനുവേട്ടന്റെ വല്യച്ഛൻ എന്നോട് ഇഷ്ടക്കേടില്ല, ചെറിയച്ഛൻ എന്നോട് ഇഷ്ടക്കേടില്ല, ആർക്കും ഇപ്പൊ എന്നോട് വലിയ ഇഷ്ടക്കേടൊന്നുമില്ലല്ലോ. എല്ലാവരും ഇപ്പൊ എന്നെ പരിഗണിക്കുന്നുണ്ടല്ലോ. മാത്രമല്ല അവർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ആരാണ് എന്താണെന്നൊക്കെ. അപ്പൊ പിന്നെ ഞാൻ മനഃപൂർവ്വം എന്തിനാ ഇവിടെ നിന്ന് എല്ലാവർക്കും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്? എനിക്ക് അങ്ങ് പോയാല് തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. പിന്നെ ഞാൻ എന്തിനു നിൽക്കണം? അച്ഛനും അമ്മയും ഒരുമിച്ച് ജീവിക്കട്ടെ, അവര് രണ്ടുപേരും ഒരുമിച്ച് പഴയതുപോലെ ജീവിക്കണം. മക്കളും അച്ഛനും അമ്മയുമായിട്ട് ഞാൻ അതിന് ഇനിയിപ്പം നിൽക്കുന്നില്ല. ഞാൻ എടുത്ത തീരുമാനം തന്നെയാണ് അത്. ഞാൻ 2 ആഴ്ചത്തെ സമയം ഞാൻ മേഡത്തിന് കൊടുത്തതാ. പക്ഷെ മേഡം അതിനൊന്നും തയ്യാറാകുന്നില്ല. മേഡം പറയുന്നത് ഇന്ന് രാത്രി ഇറങ്ങണം, നാളെ രാത്രി ഇറങ്ങണം. പക്ഷെ എനിക്ക് ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട് മനുവേട്ടാ. അതുകൊണ്ട് മാത്രം ഞാൻ ഇവിടെ നിൽക്കുന്നത്. അതിനിടയിൽ ഒന്നിപ്പിക്കാൻ പറ്റുമെങ്കിൽ അവരെയൊക്കെ ഒന്നിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അലീനെ, നിനക്കിപ്പം നിന്റെ അമ്മയെ നിനക്കിപ്പം അമ്മ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല നീ ഇവിടുത്തെ മകളാണ് എന്ന്. ആ അമ്മ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, നീ അറിയിക്കാനും ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഒരുപക്ഷെ നിനക്ക് ഈ കുടുംബവുമായിട്ട് യാതൊരു ബന്ധം ഇല്ല എന്ന് പറയാം. പക്ഷെ നീ ഒരു കാര്യം ഓർക്കണം, ഞാൻ പറഞ്ഞതുപോലെ നിനക്ക് അതിന് സമ്മതമാണെങ്കിൽ ഈ വീട്ടിലെ മരുമകളായിട്ട് വരാൻ സമ്മതമാണെങ്കിൽ
പിന്നെ നിനക്ക് പുറത്തു പോകേണ്ട കാര്യമുണ്ടോ? പിന്നെ നിനക്ക് ഈ അവകാശത്തെ ചൊല്ലി വഴക്കുണ്ടാക്കേണ്ട കാര്യമുണ്ടോ? അല്ല പിന്നെ വൈജാതിക്ക് ആന്റിക്ക് നിന്നെ പറഞ്ഞു വിടേണ്ട കാര്യമുണ്ടോ? എല്ലാവരും അതോടുകൂടി സ്റ്റോപ്പ് ആവില്ലേ, വായടക്കില്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഹേയ് മനുവേട്ട, അതിനെക്കുറിച്ച് എന്നോട് പറയല്ലേ, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല, എനിക്ക് ഓർക്കാൻ കൂടി പറ്റുന്ന കാര്യമല്ല അത്. മനുവേട്ടൻ നല്ലൊരു മനുഷ്യനാ. മനുവേട്ടനെ ആർക്കാ ഇഷ്ടപ്പെടാത്തത്? എല്ലാവർക്കും ഇഷ്ടപ്പെടും. എനിക്ക് മനുവേട്ടനെ ഇഷ്ടമാണ്. പക്ഷെ മനുവേട്ടനെ എനിക്ക് ആ ഒരു രീതിയിൽ മനുവേട്ടനെ എനിക്ക് കാണാനായിട്ട്, മനുവേട്ടനെ എന്നല്ല, എനിക്ക് വേറെ ആരെയും കാണാനായിട്ട് പറ്റില്ല. ഇനിയിപ്പൊ അങ്ങനെ എനിക്കൊരു വിവാഹം വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ മനുവേട്ടനോട് പറയാം. അല്ലാതെ ഇപ്പൊ എനിക്ക് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് എന്റെ പ്രസിദ്ധാമ്മയുടെ പാത പിന്തുടരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് അത് മാത്രം മതി മനുവേട്ട, അല്ലാതെ വേറെ ഒരു അവകാശങ്ങളും സ്ഥാനങ്ങളും ഒന്നും എനിക്ക് വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ജനലിലൂടെ നിന്ന് നമ്മുടെ വൈജി ഇതൊക്കെ കാണുന്നുണ്ടേ. വൈജ പതുക്കെ അതിലേക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴത്തേക്കും മനുവും അതുപോലെ തന്നെ നമ്മുടെ അലീനയും കൂടി നിന്ന് സംസാരിക്കുന്നത് കാണാം. അപ്പോഴേക്കും മനു പറഞ്ഞു, ദേ ജനലിലൂടെ ആൾക്കാരൊക്കെ നോക്കാനുണ്ട് കേട്ടോ, ഏതായാലും നീയേ ഇങ്ങടുത്ത് നീങ്ങി വന്ന് നിൽക്കും, കുറച്ച് അവര് കാണുന്നൊക്കെ അങ്ങ് കാണട്ടെ, പറയുന്നതൊക്കെ നമുക്ക് പറയട്ടെ, രണ്ടുപേർക്ക് പറയാൻ ഒരു അവസരം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് എന്റെ പൊന്നു മനുവേട്ട, ആവശ്യത്തിലധികം പേര് ദോഷം എനിക്കുണ്ട്. ഞാന് മറ്റവളാണ്, മറിച്ചവളാണ്, ഏതോ പിഴച്ച തള്ള പ്രസവിച്ചതാണ്, വീടില്ല നാടില്ല, അങ്ങനെ ആവശ്യത്തിലേറെ ചീത്തപ്പേര് കേട്ട് നിൽക്കുക ഞാനിവിടെ. ഇനി അതിന്റെ കൂടെ എന്തിനാ മനുവേട്ട മനുവേട്ടന്റെ പേരും കൂടെ ഇട്ട് ചീത്തപ്പേരുണ്ടാക്കണത്? അതിന്റെ ആവശ്യമില്ല മനുവേട്ട. മനുവേട്ടൻ ചായ കുടിച്ചു കഴിഞ്ഞില്ലേ, അതിങ്ങതാ ഞാൻ കൊണ്ടുവയ്ക്കാന്ന് പറഞ്ഞ എന്റെ കപ്പ് മേടിച്ചുകൊണ്ട് നമ്മുടെ അലീന അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. കപ്പ് മേടിച്ചുകൊണ്ട് അലീന അകത്തേക്ക് കയറി ചെന്നപ്പോഴത്തേക്കും കമല അവിടെ നോക്കി നിൽക്കാം. കമലയാണെങ്കിൽ മതിയായില്ലേടി നിനക്ക് അവനുമായിട്ടുള്ള പ്രസംഗം? ഇന്നലെ നീ രാത്രി കുറെ അവന്റെ കൂടെ പ്രസംഗിക്കുന്നുണ്ടായിരുന്നല്ലോ, അതൊന്നും പോരെ? വീണ്ടും അങ്ങോട്ട് അളിഞ്ഞു കയറുകയാണല്ലേ? നാണമില്ലേടി നിനക്ക്? ഒന്ന് പോയി തരാമോ ഇവിടെ നിന്ന് ചോദിക്കുമ്പോഴത്തേക്കും, മേഡം അതിന് ഞാന് ഇപ്പം മനുവേട്ടന് ചായ കൊണ്ട് കൊടുത്തതല്ലേ, അതിനിപ്പോ എന്താ പ്രശ്നം ഇരിക്കുന്നത്? പബ്ലിക് പ്ലേസ് പോലെ കിടക്കുന്ന ഒരു സ്ഥലാ ഈ മുറ്റം, എല്ലാവർക്കും കാണുകയും ചെയ്യും ഞാൻ സംസാരിക്കുന്നത്. പിന്നെ എന്താ മേഡം ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ കമലയോടൊപ്പം. കമല പറഞ്ഞു, നീ കൂടുതൽ ഗുണഗണമെന്ന് സംസാരിക്കൊന്നും വേണ്ട, നീ നിന്റെ സംസാരം നിർത്താൻ നോക്കും, മതി നീ സംസാരിച്ചത്. നിന്റെ ഓരോ വാക്കിൽ വീഴാൻ ഇവിടെ ആണുങ്ങൾ കാണുമായിരിക്കും, പക്ഷെ ഞാൻ അതിൽ വീഴത്തില്ല. മര്യാദയ്ക്ക് നിനക്ക് ഇവിടുന്ന് പൊക്കൂടെ? എന്തിനാടി ഒരു കുടുംബം നശിപ്പിക്കുന്നത് നീ വെറുതെ? നീ അല്ലേടി വലിഞ്ഞു കയറി വന്ന് ഇപ്പൊ ആ കുടുംബം നശിപ്പിക്കുന്നത്? അത് പോരാഞ്ഞിട്ട് കെട്ടും കെട്ടി എല്ലാം കൂടെ ഇങ്ങോട്ടേക്ക് വന്നേക്കെ ഇനി ഇവിടെയും കൂടെ നശിപ്പിക്കാനായിട്ട് വന്നവരെ കൂട്ടിക്കൊണ്ട് പോകാൻ നോക്കടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കമല അതത്രയും പറഞ്ഞിട്ട് കയറി പോയിട്ടോ. മുഖത്തടിച്ച പോലെ ആയിപ്പോയി നമ്മുടെ അലീനയ്ക്ക്. കാരണം വീട്ടിൽ കയറി ചെല്ലുമ്പോഴത്തേക്കും അവിടത്തെ ഗ്രഹനാഥ എന്ന് പറയുന്ന നമ്മുടെ വൈജ തന്നെയാണ്. അപ്പൊ വൈജി ഇങ്ങനെ പറയുമ്പോഴത്തേക്കും മതി നിർത്ത്, ഇനിയിപ്പൊ നീ ആരെയും സൽഹരിക്കണ്ട, ഇത് എന്റെ വീടാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ആ ഒരു മനസ്സിനുണ്ടാകുന്ന വിഷമയില്ലേ, അതിങ്ങനെ വഹിച്ചുകൊണ്ട് നമ്മുടെ അലീന അങ്ങ് പോയി കേട്ടോ. അലീന അങ്ങ് പോയി. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൈജേനെ തന്നെയാണ്. അപ്പം വൈജയാണെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മുടെ അലീനയെ പറഞ്ഞു വിടാൻ നോക്കിയിട്ട് ഇപ്പൊ അലീന ഇങ്ങോട്ട് വന്നിരിക്കുകയാണല്ലോ. അപ്പം വൈജയാണെങ്കിൽ നമ്മുടെ ശിവനോട് തന്നെ പറയുന്നുണ്ട്, ശിവേട്ടന്റെ ഉദ്ദേശം എന്താ? അവൾ ഇവിടെ വെച്ച് കയറ്റി താമസിപ്പിക്കുന്ന എന്തിനാ വെറുതെ? പറഞ്ഞു വിടാൻ നോക്ക്. എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ, ഞാൻ കൂടി പോയിട്ടുണ്ടെങ്കിൽ 2, 3, 4 ദിവസം ഇവിടെ കാണത്തുള്ളൂ ശിവേട്ട. അതുകൊണ്ട് എന്റെ കാര്യം ഓർത്ത് ബുദ്ധിമുട്ടുണ്ടാന്ന് ശിവേട്ടന്റെ ഭാര്യയോട് പറഞ്ഞേരെ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇന്നലെ ഭക്ഷണത്തിന്റെ അടുത്തുനിന്ന് ഇറങ്ങിപ്പോയതും എല്ലാം കൂട്ടി വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ ഇവിടെ വന്നത് ഒട്ടും പിടിച്ചിട്ടില്ലെന്ന്. പിന്നെ അലീന എന്റെ മക്കളും കൂടെ കയറി വന്നത് അതെനിക്കറിയേണ്ട ആവശ്യമില്ല. അവരെ പറഞ്ഞു വിടേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അപ്പൊ പറഞ്ഞു വിടാൻ നോക്ക്. എന്തിനാ ശിവേട്ട വെറുതെ ഓരോന്ന് ഉണ്ടാക്കി തലേ കയറ്റി വെക്കുന്നത്? ഞാനൊരു 2, 3, 4 ദിവസം എനിക്കൊരു വീട് കിട്ടുന്ന ഉടനെ ഞാൻ മാറുന്നു പറഞ്ഞപ്പോ അപ്പൊ നീ തിരിച്ച് നെടുമ്പുരക്കിലേക്ക് ബാലചന്ദ്രന്റെ അടുത്തേക്ക് പോകാൻ നീ തീരുമാനിച്ചിട്ടില്ല? ഓ പിന്നെ എല്ലാരും കൂടെ എന്നെ ബാലചന്ദ്രന്റെ അടുത്തേക്ക് കെട്ടി പറഞ്ഞയക്കാൻ വേണ്ടിയാ നിങ്ങളുടെ മനസ്സിലിരിപ്പെങ്കിൽ അത് ഈ ജന്മം നടക്കാൻ പോകുന്നില്ല. ഇതിനകം ഗംഗേട്ടനെയും രാജീവനെയൊക്കെ വിളിച്ചിട്ട് രാജീവേട്ടനെയൊക്കെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ശിവേട്ടൻ പറഞ്ഞെന്ന് എനിക്കറിയാം. ചിലപ്പോ അവരിങ്ങോട്ട് വന്നേക്കും എന്നെ കൊണ്ടുവിടാനായിട്ട്. ഇനി വൈജ അങ്ങോട്ടേക്ക് പോകത്തില്ലെന്ന് പറഞ്ഞാൽ പോകത്തില്ല. വൈജയ്ക്ക് ഒരു വാക്കേ ഉള്ളൂ, ആ വാക്ക് തെറ്റിച്ച ഞാൻ ആ വീട്ടിലേക്ക് കയറി ചെന്നത്. എന്നിട്ട് എനിക്ക് പട്ടിയുടെ വില ആ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ബബിത എന്റെ കൂടെ നിൽക്കും, രോഹിത് എന്റെ കൂടെ നിൽക്കുന്നൊക്കെ ഞാൻ കരുതിയിട്ട് പിന്നെ എന്താ സംഭവിച്ചത്? അവൾ എല്ലാവരെയും കൂടെ സോപ്പിട്ടങ്ങ് എടുത്തു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശിവൻ പറഞ്ഞു, അല്ല നീ ആര് സോപ്പിട്ടെടുത്തെന്നാ ഈ പറയുന്നത് വൈജെ? അവര് സോപ്പിട്ടെടുത്തെങ്കിൽ, അലീന സോപ്പിട്ടെടുത്തെങ്കിൽ അത് അലീനയുടെ കഴിവ് തന്നെയാണ്. നിനക്ക് നിന്റെ മക്കളെ സോപ്പിട്ടെടുക്കത്തില്ലായിരുന്നു? എന്തുകൊണ്ട് നിനക്ക് പറ്റിയില്ല? അലീന സോപ്പിട്ടെടുത്തെങ്കിൽ പിന്നെ നിനക്ക് സോപ്പിട്ടെടുക്കത്തില്ല? നീ 10 മാസം ചുമന്ന് പ്രസവിച്ച് ഇത്രയും വളർത്തി വലുതാക്കിയവരെ നിനക്ക് സോപ്പിട്ടെടുക്കാൻ കഴിവില്ലാത്തത് അലീനയുടെ കുറ്റമല്ല, അത് അലീനയുടെ കഴിവ് തന്നെയാണ്. അതിനിപ്പോ എനിക്കൊന്നും പറയാൻ പറ്റത്തൊന്നുമില്ല. പിന്നെ നീ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ അതൊക്കെ സൂക്ഷിച്ചും കണ്ടും എടുത്തോണം. നീ ഇവിടെ താമസിക്കുവോ
ഇവിടുന്ന് വേറെ വാടക വീട്ടിൽ പോയി താമസിക്കോ, ഇനി നെടുമ്പൂരക്കൽ ബാലചന്ദ്രന്റെ വീട്ടിൽ താമസിക്കോ, എന്ത് വേണേലും നിനക്ക് ചെയ്യാം. ആരും തടസ്സപ്പെടുത്തില്ല. കാരണം നിനക്ക് സ്വയമേ തീരുമാനം എടുക്കാനുള്ള കഴിവും പ്രാപ്തിയൊക്കെ ഉണ്ട്. ഇല്ലാത്തൊരു സമയത്ത് ഞങ്ങൾക്ക് തീരുമാനം എടുത്ത് തരാമായിരുന്നു. പക്ഷെ ഇപ്പൊ നിനക്ക് അതിനുള്ള കഴിവും പ്രാപ്തിയൊക്കെ ഉണ്ട്. പറയാനുള്ളത് പറഞ്ഞു, അടിച്ചു. ഇനിയിപ്പം അടിക്കുന്നില്ല. ഇനിയിപ്പം അടിച്ചിട്ട് കാര്യമില്ല. ഇനിയിപ്പം പോയ വഴി പോട്ടെ എന്ന് പറഞ്ഞ് തള്ളിക്കളയുക, അല്ലാതെ വേറൊരു രക്ഷയില്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഒരു ദിവസം നീ കരഞ്ഞുകൊണ്ട് ഈ വീട്ടിലേക്ക് വന്നേക്കരുത്. പറഞ്ഞു വിട്ടവരെയൊക്കെ തിരിച്ചു വിളിക്കണം, പറഞ്ഞു വിട്ടവരെയൊക്കെ എനിക്കൊന്നും കൂടി കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വീട്ടിലേക്ക്, കൈതക്കൽ വീട്ടിലേക്ക് പോലും നീ കയറി വന്നേക്കരുത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആരെ പറഞ്ഞു വിട്ടിട്ടാ ഞാൻ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്നത്? എന്റെ മക്കള് അലീന പോയി കഴിഞ്ഞ് താനെ എന്റെ അടുത്ത് വരുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. അവർക്ക് ഒരിക്കലും ഞാനില്ലാതെ ജീവിക്കാനൊന്നും പറ്റത്തില്ല. ഇപ്പം വെച്ചുണ്ടാക്കി കൊടുക്കാൻ അവളുണ്ടല്ലോ, അതുകൊണ്ടാ അവര് ജീവിക്കുന്നത്. അതെനിക്ക് നന്നായിട്ട് അറിയാം. അലീന പോയി കഴിഞ്ഞാൽ തീരാന്ന പ്രശ്നമുള്ളൂ ശിവേട്ട, അല്ലാതെ കൂടുതൽ ഒന്നിനും വേറൊരു പരിഹാരവും കാണണ്ട. അലീനെ പറഞ്ഞു വിട്ടാൽ തീരാന്ന പ്രശ്നമുള്ളൂ. ഞാൻ പോകാം നെടുമ്പുരക്കൽ വീട്ടിലേക്ക്, എനിക്ക് പ്രശ്നമില്ല. അവിടെ ചെന്ന് ബാലചന്ദ്രന്റെ ഭാര്യയായിട്ട് താമസിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ അവിടെ എന്റെ മക്കളുടെ അമ്മയായിട്ട് താമസിച്ചോളാന്ന് പറഞ്ഞപ്പോഴത്തേക്കും നീ എന്തെങ്കിലും കാണിക്ക. നീയും നിന്റെ ഭർത്താവും കൂടി ചേർന്ന് തൊലച്ചു കളയുന്നത് നാല് മക്കളുടെ ഭാവിയാണെന്ന് ഓർത്തോണ്ടാ മതി. നാല് മക്കളോ? ഏത് നാല് മക്കള്? അല്ല, എന്താ ശിവേട്ടനി പറയുന്നത്? നാല് മക്കളോ? ഞാനാകെ 3 മക്കളെ പ്രസവിച്ചിട്ടുള്ളൂ. ഒന്നാമത്തത് രോഹിത്, രണ്ടാമത്തത് ബബിത, മൂന്നാമത്തത് കൃഷ്ണമോള്. പിന്നെ അല്ലാതെ ഞാൻ ഏതെണ്ണത്തിനെ പ്രസവിച്ചിട്ടുള്ളതെന്ന് ചോദിക്കുമ്പോ നീ വേറൊന്നിനെയും പ്രസവിച്ചിട്ടില്ലേ വൈജയെന്ന് നമ്മുടെ വൈജയോട് ചോദിക്കാണ് കേട്ടോ. വൈജ അങ്ങ് നിപ്പം ഉരുകി പോവാണ്. മറ്റേ മെഴുകുതിരി ഉരുകി തീരുന്നത് പോലെ ആയിപ്പോയി. അങ്ങ് അലിഞ്ഞങ്ങ് പോവാണ് കേട്ടോ. അത്രയും നേരം ഘോര പ്രസംഗിച്ച നമ്മുടെ വൈജയുടെ നാവ് ഒറ്റയടിക്ക് അടഞ്ഞുപോയി. അപ്പോഴത്തേക്കും നമ്മുടെ ശിവൻ ഒന്നുകൂടെ ചോദിച്ചു, എന്തു പറ്റി വൈജയ്? നീ ഇത്രയും നേരം എന്റെ നേർക്ക് അമ്പ് വിടുകയല്ലായിരുന്നോ? നീ വാക്കുകൊണ്ട് എന്റെ നേർക്ക് അമ്പ് വിടുകയല്ലായിരുന്നോ? ഇപ്പൊ നിനക്ക് എന്താ പറ്റിയത്? ഇപ്പൊ നിനക്ക് പറയാനൊന്നുമില്ലേ? അതുകൊണ്ട് നീ പ്രസവിച്ച കണക്കൊന്നും എന്റെ അടുത്ത് പറയരുത്. പ്രസവിച്ച കണക്ക് മാത്രമല്ല, ഞാൻ പഴയതൊന്നും ഓർമ്മിപ്പിക്കാൻ നിൽക്കുന്നില്ല. അതായിരിക്കും നിനക്ക് നല്ലതെന്ന് പറഞ്ഞു. ഇപ്പൊ പഴയ കഥ കഴിഞ്ഞു പോയതല്ലേ ശിവേട്ട, അതൊക്കെ നിങ്ങൾ എന്തിനാ ഓർമ്മിപ്പിച്ചിട്ട് എന്നെ വിഷമിപ്പിക്കുന്നത്? അപ്പൊ നിനക്ക് വിഷമമുണ്ട് പഴയ കഥയൊക്കെ ഓർത്തിട്ട്. ഇനി നീ വിഷമിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഞാൻ ഇതിൽ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഒരു പെങ്ങളോട് സംസാരിക്കേണ്ട രീതിയിലാണ് ഇത്രയും നേരം ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ഇനി ഇതിൽ കൂടുതലൊന്നും സംസാരിക്കാനില്ല. പിന്നെ നിന്നോട് പറയാനുള്ളത്, നീ പറഞ്ഞല്ലോ രാജീവിന്റെ ഗംഗാധരന്റെ ഒക്കെ കാര്യം. ഗംഗേട്ടനും രാജീവിനും ഒക്കെ വരുന്നുണ്ട്. വന്നിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഉണ്ടാക്കിയില്ലെങ്കിൽ ശരിയല്ല. നിനക്ക് ഡിവോഴ്സാ വേണ്ടതെങ്കിൽ ഓക്കെ, നിനക്ക് ഡിവോഴ്സ് നേടിത്തരാൻ ഞങ്ങളും തയ്യാറാ. ബാലചന്ദ്രന് നീ നോട്ടീസ് അയച്ചിട്ടില്ലോ. ബാലചന്ദ്രൻ ഡിവോഴ്സിന് ഒപ്പിടാൻ തയ്യാറാന്നാ പറഞ്ഞത്. ആ ബന്ധം അവിടെ അറ്റ് തീരട്ടെ, അവിടെ മുറിഞ്ഞു പോട്ടെ. പിന്നെ ഒന്നും കൂട്ടി യോജിപ്പിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അലീന അവിടെ നിന്നാൽ എന്താ, നിന്നില്ലെങ്കിൽ എന്താ? ബാലചന്ദ്രന്റെ ഭാര്യ ആയിരിക്കുമ്പോ നിനക്ക് വേണമെങ്കിൽ അവൾ അവിടെ നിൽക്കട്ടെ എന്നൊക്കെ പറയാം. പക്ഷെ നിൽക്കണ്ട എന്നൊക്കെ പറയാം. പക്ഷെ ബാലചന്ദ്രന്റെ ഭാര്യ അല്ലാത്ത പക്ഷം അലീന അവിടെ നിന്നതുകൊണ്ടും അലീന പോയത് കൊണ്ടും ഒക്കെ നിനക്ക് എന്താ പ്രയോജനം ഇരിക്കുന്നത്? ഒരു പ്രയോജനവും ഇല്ലല്ലോ. അപ്പൊ നീ ഡിവോഴ്സിന് തന്നെ പോന്ന് പറഞ്ഞ് നമ്മുടെ ശിവനൊരു തീരുമാനമൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും ഇതിലെങ്കിലും വൈജ വീഴുവോന്ന് അറിയത്തില്ല. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ കാത്തിരിക്കപ്പോ കൂടുതൽ സീനുകൾ ഞാൻ പറഞ്ഞിട്ടില്ല, കാരണം നമുക്ക് പ്രമോ വിശേഷം കിട്ടിയിട്ടില്ല. അപ്പൊ നമുക്ക് ഇതൊക്കെ വരുന്ന സീനുകളാണ്. ഇനിയിപ്പോ നാളെ ഇത് കാണിക്കുവോ അതോ ഇനിയിപ്പോ ഇതിന്റെ ഇടയ്ക്ക് വേറെ സീനുകൾ കേട്ടുമെന്ന് നമുക്കറിയില്ല. നമ്മൾ നോവൽ ബേസിലാണ് കഥ പറഞ്ഞു പോകുന്നത്. അപ്പൊ പ്രമോ വിശേഷം ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇന്ന സീനുകളൊക്കെ ഒന്ന് പറയാം. ചിലപ്പോൾ ഇത് നാളെയൊക്കെ കാണിക്കുന്ന ഭാഗങ്ങളാണ്. ചിലപ്പോൾ ഇതിന്റെ കൂടെ വേറെ സീനുകളൊക്കെ കാണും കേട്ടോ. അപ്പൊ നാളെ ഏതായാലും രാവിലെ ഫുൾ വിശേഷവുമായിട്ട് കാണാം. ഇപ്പൊ ഫുൾ വിശേഷം നമ്മൾ വിത്ത് ഡയലോഗ് സഹിതം ഇടാൻ പറ്റാത്തത് ഡിലേ ആയതുകൊണ്ടാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണം. എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണം. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.